ഓറ സ്കാനറും ന്യൂക്ലിയർ സയന്റിസ്റ്റും. നാം ഇത് എങ്ങനെയാണ് ഈ UT സ്കാനർ അഥവാ യൂണിവേഴ്സൽ സ്കാനറുമായി നമ്മൾ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതെന്നാണ് നോക്കുന്നത്. വർഷങ്ങളായിട്ടുള്ള ശ്രമഫലമായിട്ട് പ്രശസ്ത റിട്ടയർഡ് ന്യൂക്ലിയർ സയന്റിസ്റ്റ് കണ്ടുപിടിച്ച് പേറ്റന്റ് നേടിയതാണ് യൂണിവേഴ്സൽ സ്കാനർ. ഞാനിപ്പോൾ അതിലൂടെ കാണിക്കുന്നില്ല. ആ സ്കാനർ ഉപയോഗിച്ചാണ് നാം ഈ ഭൂമിയിലുള്ളതും ശാരീരികമായിട്ടുള്ള അവശത അനുഭവിക്കുന്നവർക്കും പല രീതിയിലുള്ള ഒരുപാട് ഒത്തിരി കണ്ടന്റുകൾ ഇതിന്റെ പുറകെ പറഞ്ഞു വരുന്നുണ്ട്. ഞാൻ നമ്മുടെ എല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പല കണ്ടുപിടുത്തങ്ങളാണ് ശാസ്ത്രം ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ അതിന്റെ ഫലമായിട്ട് ഇപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ടന്റിലോട്ട് ഞാൻ വരുമ്പോൾ, ജർമ്മനി എന്ന് പറയുന്ന രാജ്യത്ത് പല കമ്പനികളും വ്യവസായ സ്ഥാപനങ്ങളും ഉണ്ടായിരുന്നു. ആ വ്യവസായ സ്ഥാപനങ്ങൾ ഇവിടെ എല്ലാ രാജ്യത്തും ഉണ്ട് എന്നുള്ള കാര്യം മറക്കുന്നില്ല. ആ വ്യവസായ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വിദഗ്ധരായ തൊഴിലാളികൾക്ക് സ്ഥിരമായിട്ട് അവിടെ നിന്ന് തൊഴിലെടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ടായി. എന്തുകൊണ്ട്? ചിലർക്ക് ഛർദി, ഓക്കാനം, വെരിക്കോസ് വെയിൻ, മാനസിക സമ്മർദ്ദങ്ങൾ, അങ്ങനെ വിവിധ രീതിയിലുള്ള അലർജി, വിവിധ രീതിയിലുള്ള രോഗങ്ങൾ അവരെ അസ്വസ്ഥരാക്കി. അവർക്ക് അവിടെ നിന്ന് ജോലി ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ. പിന്നെ എങ്ങനെയാണ് ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അതിന്റെ ഫലമായിട്ടാണ് ജർമ്മനിയിലെ മെഡിക്കൽ ഡോക്ടർമാർ കൂടിയായിരുന്ന മാൻഫ്രെഡ് കറിയും ഗ്രിഡ്മേനും ചേർന്നിട്ട് രണ്ട് തിയറികൾ അവർ കണ്ടെത്തി. ഗവേഷണത്തിന്റെ ഫലമായിട്ട് ഇത് എന്തുകൊണ്ടാണെന്നുള്ള കണ്ടുപിടുത്തം അവരിൽ അവസാനിപ്പിച്ചപ്പോൾ അവർ നോക്കിക്കാണുന്നതാണ് രണ്ട് ലൈനുകളാണ് അവർ കണ്ടെത്തിയത്. ഭൂമിക്ക് അടിയിൽ കൂടി പോകുന്ന വൈദ്യുത കാന്തിക തരംഗങ്ങൾ. ആ തരംഗങ്ങളിൽ ഒന്ന് കറയിലെന്നും ഒന്ന് ഗ്രിഡ് ലൈനുകൾ എന്ന് അറിയപ്പെടുന്നു. അവരുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ആ രണ്ട് ലൈനുകളുടെയും ക്രോസിംഗ് പോയിന്റുകൾ ഉത്ഭവിക്കുന്ന സ്ഥലം, അതിന്റെ നോഡൽ സ്ഥാനത്താണ് നമുക്ക് ഈ പറയുന്ന ചില സ്ഥലങ്ങളിൽ മാത്രമേ ഇത് സംഭവിക്കാറുള്ളൂ. എല്ലാ സ്ഥലങ്ങളിലും ഇത് ഉണ്ടാവണമെന്നില്ല. ചില പ്രത്യേക സ്ഥലങ്ങളുടെ പ്രതിഭാസം മാത്രമാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കറി ലൈനും ഗ്രിഡ് ലൈനുകളും. അതുകൊണ്ട് നമ്മൾ അതാണ് നേരത്തെ പറഞ്ഞു വന്നത്. ഇത് നമ്മൾ ഗ്രിഡ് ലൈനുകളും ഈ കറി ലൈനുകളും എന്ന് പറയുമ്പോൾ ജിയോപതിക് സ്ട്രെസ് ലൈനുകൾ, ആ ലൈനുകളിൽ താമസിക്കുന്നവർക്കോ തൊഴിലെടുക്കുന്നവർക്കോ കൂടുതൽ പണിയെടുക്കുന്നവർക്കാണ് ഇങ്ങനെയുള്ള രോഗങ്ങളും മറ്റു പ്രശ്നങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും അത് കണ്ടെത്തുന്നത്. അവരിലാണ് കൂടുതലും കണ്ടുവരുന്നത്. അതായത് ഇതേ ലൈനിൽ താമസിക്കുന്ന 90% കുട്ടികൾക്കും ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾ വരുന്നു എന്നാണ് ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുന്നത്. ആ കാര്യം നമ്മൾ കാണാതെ പോകരുത്. അതുപോലെ തന്നെ മറ്റു രോഗങ്ങൾക്കെല്ലാം പ്രധാനപ്പെട്ട കാരണവും ഈ സ്ട്രെസ് ലൈനുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നാണ് കണ്ടുപിടുത്തം. ബയോളജി എന്ന് പറയുന്ന ജർമ്മൻ ബിൽഡിംഗ് സയൻസ് ഇത് തന്നെയാണ് സ്ഥാപിക്കുന്നത്. വീണ്ടും ഒരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.